നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സർക്കാർ ആദ്യം പ്രഖ്യാപിച്ചിരുന്ന യുവാക്കൾക്കുള്ള 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കുള്ള പെൻഷൻ ഇപ്പോൾ 1000 രൂപ ബാങ്കിലെത്തിയിട്ടുണ്ട്. അപേക്ഷ നൽകിയിട്ടും പണം ബാങ്കിലെത്താത്ത ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 എപ്പോഴാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കണക്ട് വർക്ക് എന്ന ഈ സ്കോളർഷിപ്പ് 10 മാസമായിരിക്കും ലഭിക്കുക. മാസം 1000 രൂപ വെച്ച് 10 മാസം 10000 രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക. PSC, UPSC അല്ലെങ്കിൽ ബാങ്ക് ജോലിക്കുമായി ബന്ധപ്പെട്ട സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പഠിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുക. ഒരുപാട് ആളുകൾ അപേക്ഷ നൽകിയിരുന്നു. ഇത് അപ്രൂവലായ ആളുകൾക്കാണ് ഇന്ന് 1000 രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. കുറച്ചാൾക്കെങ്കിലും പണം എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ബാങ്കിലെ അക്കൗണ്ടിലെ പ്രശ്നങ്ങൾ മൂലമാണ് പണം എത്താത്തതെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. മാസം 1000 രൂപ വെച്ച് 10 മാസം അവർക്ക് 10000 രൂപയായിരിക്കും ലഭിക്കുക. അതിൽ ആദ്യത്തെ മാസത്തെ ഗഡുവായ 1000 രൂപയാണ് ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള യുവാക്കൾക്കാണ് ഇത് അപേക്ഷിക്കാൻ അവസരം. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയുകയും ചെയ്യരുത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. PSC, UPSC അതുപോലത്തെ ജോലിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് പഠിക്കുന്ന ആളുകൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. ഇന്ന് ഈ സ്കോളർഷിപ്പ് ലഭിച്ച ആളുകൾ യെസ് എന്നും ഇന്ന് പണം ലഭിക്കാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ മാസമാണ് സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയുടെ വിതരണം തുടങ്ങുകയാണ്. നമുക്കറിയാം, അത് 38 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പണം ലഭിക്കുക. മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കായിരിക്കും ഈ ഒരു പണം ആദ്യത്തിൽ ലഭിക്കുക. അതുപോലെ തന്നെ മറ്റ് സ്കോളർഷിപ്പുകളോ അതല്ലെങ്കിൽ മറ്റ് സർക്കാരിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ആളുകൾക്കായിരിക്കും ഈ ഒരു പണം ലഭിക്കുക. ഇത് അപേക്ഷിച്ച ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ അത് റിജക്റ്റ് ആയി മെസ്സേജുകൾ വരുന്നുണ്ട്. അത് സ്വന്തമായി അപേക്ഷിച്ച ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോണിലേക്കായിരിക്കും ഇങ്ങനെ റിജക്റ്റ് ചെയ്യണമെങ്കിൽ മെസ്സേജ് വരുന്നത്. രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിലെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ റിജക്റ്റ് മെസ്സേജ് വരുന്നത്. പല ആളുകളും SLC ബുക്ക് അപ്ലോഡ് ചെയ്യുന്ന ഭാഗത്ത് മാറി ആധാർ കാർഡ് അപ്ലോഡ് ചെയ്ത ആളുകളുണ്ട്. ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുന്ന ഭാഗത്ത് റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്ത ആളുകളുണ്ട്. ഇങ്ങനെ സ്വന്തമായി ചെയ്ത ആളുകൾക്കാണ് ഈ ഒരു റിജക്റ്റ് മെസ്സേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും റിജക്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു സ്മാർട്ട് ആപ്ലിക്കേഷനിൽ കയറി അവർ അത് ക്ലിയർ ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് ഈ മാസം 1000 രൂപ അവർക്ക് ലഭിക്കുകയുള്ളൂ. ഏകദേശം ഇപ്പോൾ 9 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാം രേഖകൾ ഇപ്പോൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപേക്ഷ നൽകിയത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ സാധനങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഈ പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെയാണ് മാസം 2000 രൂപ ലഭിക്കുന്ന വാർദ്ധക്യ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതിൻ്റെ വിതരണം സർക്കാർ തുടങ്ങുകയാണ്. നമുക്കറിയാം, ഈ ആഴ്ചകളുടെ അവസാനത്തിലായിരിക്കും നമ്മുടെ ബജറ്റ് അവതരണം ഉണ്ടായിരിക്കുക. ഈ ബജറ്റ് അവതരണത്തിൽ ചിലപ്പോൾ പെൻഷൻ പണം കൂടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ 2000 രൂപ ലഭിക്കുന്നതിന് പകരം ഇനി അങ്ങോട്ട് ചിലപ്പോൾ 2500 രൂപയും ലഭിക്കുന്നതാണ്. അതിനും ഇപ്പോൾ പുതിയതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നമ്മൾ കറക്റ്റ് സമയത്ത് സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള സ്കോളർഷിപ്പുകളായാലും പെൻഷനുകളായാലും മറ്റും ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.